സംസ്ഥാനത്ത് തൊഴിലില്ലായ്മ അതിരൂക്ഷമായിക്കൊണ്ടിരിക്കുന്ന ഒരു കാലത്തിലൂടെയാണ് നമ്മൾ കടന്നു പോകുന്നത്. തൊഴിലില്ലായ്മയുടെ പേരിൽ ഈ നാട്ടിൽ നിന്ന് ചെറുപ്പക്കാർ പലായനം ചെയ്തുകൊണ്ടിരിക്കുകയാണ്. വിദ്യാഭ്യാസത്തിന് വേണ്ടിയും തൊഴിലിന് വേണ്ടിയും ഇവിടെ നിന്ന് ലക്ഷക്കണക്കിന് ചെറുപ്പക്കാരാണെന്ന് വിദേശ രാജ്യങ്ങളിലേക്ക് കടന്നു പോകുന്നത്. അങ്ങനെ വലിയ രീതിയിലൊരു ബ്രെയിൻ ഡ്രെയിൻ ഇന്ന് നമ്മുടെ സംസ്ഥാനത്തിനകത്ത് നടന്നുകൊണ്ടിരിക്കുന്ന അതേ സാഹചര്യത്തിൽ തന്നെയാണ് ഈ സംസ്ഥാനത്തിനകത്ത് PSCയുടെ പരീക്ഷ എഴുതി റാങ്ക് ലിസ്റ്റിൽ പേരുൾപ്പെടുക മാത്രമല്ല ഒന്നാം റാങ്ക് ഉൾപ്പെടെ കരസ്ഥമാക്കിയ വ്യക്തികൾക്ക് പോലും ഈ സംസ്ഥാനത്തിനകത്ത് നിയമനം ലഭിക്കുന്നില്ല എന്നുള്ള ഒരു വലിയ ദുരവസ്ഥ ഉണ്ടായിക്കൊണ്ടിരിക്കുന്നത്. കഴിഞ്ഞ ദിവസം പുറത്തു വന്ന റഷീദയുടെ അനുഭവമായാലും അതിനു മുമ്പും സമാനമായ സാഹചര്യത്തിലൂടെ കടന്നുപോയ ഒട്ടനവധിയായ ഉദ്യോഗാർത്ഥികൾ നമ്മുടെ സംസ്ഥാനത്തിനകത്തുണ്ട്. ഇപ്പോൾ PSC എന്ന് പറയുന്ന ഭരണഘടനാ സ്ഥാപനത്തിന്റെ ഒരു വിശ്വാസ്യത പോലും ചോദ്യം ചെയ്യുന്ന ഒരു കാലഘട്ടമാണ് കഴിഞ്ഞ 10 വർഷക്കാലത്തെ പിണറായി വിജയൻ സർക്കാരിന്റെ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുള്ളത്. ആ PSCയുടെ വിശ്വാസ്യത ചോദ്യം ചെയ്യുക മാത്രമല്ല, ആ PSC പരീക്ഷ എഴുതി റാങ്ക് ലിസ്റ്റിൽ ഉയർന്ന റാങ്ക് കരസ്ഥമാക്കുന്ന ആളുകൾക്ക് പോലും നിയമനം ലഭിക്കാത്ത സാഹചര്യം ഉണ്ടാകുന്നത് ഇവിടെ ഒരു അപ്രഖ്യാപിതമായ നിയമന നിരോധനം നിലനിൽക്കുന്നതുകൊണ്ടാണ്. അതുമാത്രമല്ല, ഒഴിവുകൾ കൃത്യസമയങ്ങളിൽ റിപ്പോർട്ട് ചെയ്യപ്പെടുന്നില്ല. പല വകുപ്പുകളുടെയും സ്ഥാപനങ്ങളുടെയും കമ്പനി ബോർഡുകൾ ഉൾപ്പെടെയുള്ള വകുപ്പുകളുടെയൊക്കെ എല്ലാം തന്നെ നിയമനാധികാരം PSCക്ക് വിട്ടതിന് ശേഷവും വർഷങ്ങളായിട്ടും അതിന്റെ ചട്ടങ്ങളും മറ്റ് കാര്യങ്ങളും രൂപീകരിക്കുന്നില്ല. അപ്പോൾ അതിന്റെ പേരിലും അത്തരം മേഖലകളുമായി ബന്ധപ്പെട്ട PSCയുടെ റാങ്ക് ലിസ്റ്റുകൾ നിലനിൽക്കുന്നുണ്ടെങ്കിൽ കൂടി അവിടെയും നിയമനം നടത്താൻ സാധിക്കുന്നില്ല. അവിടങ്ങളിലെല്ലാം തന്നെ വീണ്ടും താൽക്കാലിക നിയമനങ്ങളുമായിട്ടാണ് സർക്കാർ മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. ഇതിനിടയിൽ തന്നെയാണ് തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിൽ ജോലി ചെയ്യുന്ന 10 വർഷക്കാലമായി ജോലി ചെയ്യുന്ന ആളുകളെ സ്ഥിരപ്പെടുത്താനുള്ള ഒരു തീരുമാനം സംസ്ഥാന ഗവൺമെന്റ് എടുത്തത്. ടെക്നിക്കൽ അസിസ്റ്റന്റായിട്ട് ജോലി ചെയ്യുന്ന ആളുകളെ കൂടി സ്ഥിരപ്പെടുത്താനുള്ള തീരുമാനം സംസ്ഥാന ഗവൺമെന്റ് എടുത്ത് 940 പേരെയാണ് സ്ഥിരപ്പെടുത്താൻ വേണ്ടി തീരുമാനിച്ചത്. അതിന്റെ ശുപാർശ കത്തിൽ എഴുതിയത് അവർ ദേശാഭിമാനി പത്രം വായിക്കുന്ന ആളുകളാണ് എന്നുള്ളതായിരുന്നു. അപ്പോൾ ആ തരത്തിൽ സംസ്ഥാനത്തിനകത്ത് മുഴുവൻ പിൻവാതിൽ നിയമനങ്ങളുടെ ഒരു വലിയ ഘോഷയാത്ര സംസ്ഥാന ഗവൺമെന്റ് ഒരേ സമയം നടത്തുന്നു. PSC റാങ്ക് ലിസ്റ്റിൽ പേരുൾപ്പെട്ടിട്ടുള്ള ആളുകൾക്ക് ജോലി കൊടുക്കാതിരിക്കുകയും റാങ്ക് ലിസ്റ്റിൽ പേരുൾപ്പെട്ടിട്ടില്ലാത്ത താൽക്കാലികമായ നിയമനങ്ങൾ നേടിയ രാഷ്ട്രീയമായ നിർദ്ദേശങ്ങളുടെ ഭാഗമായി നിയമനങ്ങൾ നേടിയ ആളുകളെ സ്ഥിരപ്പെടുത്തുകയും ചെയ്യുന്ന ഒരു സമീപനമാണ് സംസ്ഥാന ഗവൺമെന്റ് എടുത്തുകൊണ്ടിരിക്കുന്നത്. അതോടൊപ്പം തന്നെ പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ വിരമിക്കൽ പ്രായം 58 വയസ്സിൽ നിന്ന് 60 വയസ്സാക്കി ഉയർത്തുകയാണ്. ഇതിനോടകം 6ഓളം പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ വിരമിക്കൽ പ്രായം ഇത്തരത്തിൽ ഉയർത്തി. ആയുഷിലും നോർക്കയിലും കേരള ഫീഡ്സിലും ഉൾപ്പെടെ 6ഓളം പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ വിരമിക്കൽ പ്രായം 58 നിന്ന് 60 വയസ്സാക്കി ഉയർത്തി. 60 വയസ്സാക്കി ഉയർത്തുന്നതിലൂടെ കേരളത്തിലെ 155 പൊതുമേഖലാ സ്ഥാപനങ്ങളിലും ഇത്തരത്തിൽ വിരമിക്കൽ പ്രായം വർദ്ധിപ്പിക്കാനാണ് സംസ്ഥാന ഗവൺമെന്റ് തീരുമാനിച്ചിട്ടുള്ളത്. പൊതുവായ ഒരു ഉത്തരവ് 2021 ഇതുമായി ബന്ധപ്പെട്ട് ഇറങ്ങിയതിന് വലിയ പ്രതിഷേധമുണ്ടായപ്പോൾ ആ ഉത്തരവ് പിൻവലിച്ചതാണ്. ഇപ്പോൾ പൊതുവായ ഉത്തരവ് ഇറക്കുന്നില്ല, പകരം ഘട്ടം ഘട്ടമായി ഓരോ സ്ഥാപനങ്ങൾക്ക് വേണ്ടി പ്രത്യേകമായി ഉത്തരവ് ഇറക്കുകയാണ്. 155ഓളം വരുന്ന സ്ഥാപനങ്ങളിൽ ഇത്തരത്തിൽ ഉത്തരവ് പുറത്തിറക്കുന്നതിന്റെ ഭാഗമായി 35,000-ഓളം വരുന്ന തൊഴിലവസരങ്ങൾ ഈ സംസ്ഥാനത്തിനകത്ത് പുതിയ തലമുറയ്ക്ക് നിഷേധിക്കപ്പെടുകയാണ്. 58 വയസ്സിൽ നിന്ന് 60 വയസ്സിലേക്ക് വിരമിക്കൽ പ്രായം വർദ്ധിപ്പിക്കുന്നു. 58 വയസ്സിൽ നിന്ന് 60 വയസ്സിലേക്ക് വിരമിക്കൽ പ്രായം വർദ്ധിപ്പിക്കുന്നതിനെ സംബന്ധിച്ച് DYFI ഉൾപ്പെടെയുള്ള സംഘടനകളുടെ പ്രതികരണം ആരാഞ്ഞുകൊണ്ട് ഇതിനോടകം 1-2 തവണ ഞങ്ങൾ പത്രമാധ്യമങ്ങളിലൂടെ പത്രസമ്മേളനം നടത്തുന്നതിനിടയിൽ ഞങ്ങളൊക്കെ ആരാഞ്ഞതാണ്. ഒരാൾ പോലും ഇതുവരെ അതിനെപ്പറ്റി ഒരു മറുപടി പറഞ്ഞില്ല. വിരമിക്കൽ പ്രായം ഉയർത്തുന്നതിനെ സംബന്ധിച്ച് കഴിഞ്ഞ കാലഘട്ടങ്ങളിൽ വലിയ മുദ്രാവാക്യം വിളിച്ച ആളുകളാണ് DYFIക്കാരെല്ലാം തന്നെ. ഇപ്പോൾ ആ മുദ്രാവാക്യങ്ങളൊക്കെ മറന്ന് ഇപ്പോൾ ഇത്തരം കാര്യങ്ങളൊന്നും പ്രതികരിക്കാതെ വളരെ മൗനം പാലിച്ചിരിക്കുന്ന ഒരു സാഹചര്യമാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. വിരമിക്കൽ പ്രായം ഉയർത്തുന്നതിൽ അഭിപ്രായം പറയുന്നില്ല എന്ന് മാത്രമല്ല, DYFIയുടെ സംസ്ഥാന സെക്രട്ടറി സനോജും AIYFന്റെ സെക്രട്ടറി ആയിട്ടുള്ള TT ജിസ്മോനും ഉൾപ്പെടെയുള്ള ആളുകളൊക്കെ ഉൾപ്പെടുന്ന യുവജനക്ഷേമ ബോർഡിൽ 21 പേരെ താൽക്കാലിക അടിസ്ഥാനത്തിൽ നിയമിച്ചിട്ടുള്ള 21 പേരെ സ്ഥിരപ്പെടുത്താൻ വേണ്ടി സംസ്ഥാന ഗവൺമെന്റ് തീരുമാനമെടുക്കാൻ വേണ്ടി കാത്തു നിൽക്കുന്നു. അപ്പോൾ അവിടെയും DYFIയുടെയും AIYFന്റെയും അഭിപ്രായങ്ങൾ ആരും തന്നെ കേൾക്കുന്നില്ല, യാതൊരുവിധ അഭിപ്രായങ്ങൾ പറയുന്നുമില്ല. ഈ പിൻവാതിൽ നിയമനങ്ങളുടെയും താൽക്കാലിക നിയമനങ്ങൾ സ്ഥിരപ്പെടുത്തുന്നതിന്റെയൊക്കെ ഗുണഭോക്താക്കളെ മാറുന്നത് കേരളത്തിനകത്ത് CPMന്റെ ദേശാഭിമാനി പത്രം വായിക്കുന്ന വരിക്കാരായിട്ടുള്ള ആളുകളും DYFIയുടെ സഹപ്രവർത്തകരുമാണ് എന്നുള്ളതാണ് ഇവരെല്ലാം തന്നെ ഇതിന്റെ മൗനം വലിച്ചുകൊണ്ട് മുന്നോട്ട് പോകുന്നത്. അപ്പോൾ ഈ നിയമനങ്ങളും ഈ പറയുന്ന വിരമിക്കൽ പ്രായം വർദ്ധിപ്പിക്കുന്നതും പിൻവാതിൽ നിയമനങ്ങൾ നടത്തിക്കൊണ്ടിരിക്കുന്ന എല്ലാം തന്നെ DYFI ഉൾപ്പെടെയുള്ള സംഘടനകളെ സഹായിക്കുന്നതിന് വേണ്ടിയിട്ടും അവരുടെ ചെറുപ്പക്കാരെ ഇവിടെ സർക്കാർ സർവീസുകളിൽ അല്ലെങ്കിൽ അർദ്ധ സർക്കാർ സർവീസുകളിലേക്ക് സ്ഥിരപ്പെടുത്തുന്നതിന് വേണ്ടിയുള്ള ശ്രമമായിട്ട് നമുക്ക് കാണാൻ വേണ്ടി സാധിക്കുകയുള്ളൂ. ഇതിന്റെ ഗുണഭോക്താക്കളാകുന്നത് കേരളത്തിലെ DYFI ഉൾപ്പെടെയുള്ള സംഘടനകളായി മാറുകയാണ്. ഇപ്പൊ കേരളത്തിലെ അഭ്യസ്തവിദ്യരായ ചെറുപ്പക്കാരുടെ തൊഴിലവസരങ്ങൾ കവർന്നെടുത്തിട്ടാണ് DYFIയുടെ സഹാക്കന്മാർക്ക് തൊഴിൽ കൊടുക്കാൻ ഇപ്പോൾ സർക്കാർ ശ്രമിച്ചുകൊണ്ടിരിക്കുന്നു എന്നുള്ളൊരു കാര്യം ഇവിടെ ചൂണ്ടിക്കാണിക്കാൻ വേണ്ടി ആഗ്രഹിക്കുകയാണ്. അതോടൊപ്പം തന്നെ PSCയെ നോക്കുകുത്തിയാക്കി ഇത്തരത്തിൽ സംസ്ഥാന ഗവൺമെന്റ് മുന്നോട്ട് പോകുമ്പോൾ
അതിനെതിരായ സമരപരിപാടികൾക്കും കൂടി യൂത്ത് കോൺഗ്രസ് തുടക്കം കുറിക്കുകയാണ്. ഇന്ന് തൃശ്ശൂരിൽ യൂത്ത് കോൺഗ്രസിന്റെ സമരം ഇതുമായി ബന്ധപ്പെട്ട് നടന്നു കഴിഞ്ഞു. എറണാകുളം ഉൾപ്പെടെയുള്ള ജില്ലകളിലൊക്കെ തന്നെ ഇന്നും നാളെയുമായി വരും ദിവസങ്ങളിലൊക്കെ യൂത്ത് കോൺഗ്രസിന്റെ നേതൃത്വത്തിലുള്ള സമരങ്ങൾ ഇതിന്റെ ഭാഗമായി നടക്കുകയാണ്. ഉദ്യോഗാർത്ഥി സംഗമവും അതോടൊപ്പം തന്നെ യൂത്ത് കോൺഗ്രസിന്റെ സമരസംഗമം ഉൾപ്പെടെയുള്ള പരിപാടികളുമായി വരും ദിവസങ്ങളിൽ ഈ PSC നോക്കുകൂത്തിയാക്കുന്ന, എംപ്ലോയ്മെന്റ് എക്സ്ചേഞ്ചിനെ നോക്കുകൂത്തിയാക്കുന്ന ലക്ഷക്കണക്കിന് ചെറുപ്പക്കാർ തൊഴിലില്ലാതെ ഇപ്പോഴും അലയുന്ന ഈ കാലഘട്ടത്തിൽ പോലും വിരമിക്കൽ പ്രായം ഇത്തരത്തിൽ വർദ്ധിപ്പിക്കുന്ന, ആ വിരമിക്കൽ പ്രായം വർദ്ധിപ്പിക്കുന്നതിലും അതോടൊപ്പം തന്നെ താൽക്കാലിക ജീവനക്കാരെ സ്ഥിരപ്പെടുത്തുന്നതിലും എല്ലാം തന്നെ സാമൂഹ്യ നീതി നിഷേധിക്കുന്ന ഈ സർക്കാരിനെതിരായ സമരപരിപാടികളുമായി യൂത്ത് കോൺഗ്രസ് രംഗത്തേക്ക് ഇറങ്ങുകയാണ്. സാമൂഹ്യ നീതിയുടെ ഒരു നിഷേധം അവിടെ ഉണ്ടെന്ന് പറയാൻ കാരണം, ഈ താൽക്കാലിക ജീവനക്കാരെ എല്ലാം തന്നെ നിയമിക്കുന്ന ഘട്ടങ്ങൾ ഒരു ഘട്ടങ്ങളിൽ പോലും അവിടെ സംവരണ മാനദണ്ഡങ്ങൾ പാലിക്കപ്പെട്ടിട്ടില്ല. അതിന്റെ ഭാഗമായി ലഭിക്കേണ്ടിരുന്ന അവസരങ്ങൾ ഒരു വിഭാഗം ജനതയ്ക്ക് നിഷേധിക്കപ്പെട്ടു. ആ ജീവനക്കാരെ വീണ്ടും സ്ഥിരപ്പെടുത്തുന്നത് വഴി ഒരു സാമൂഹ്യ നീതിയുടെ നിഷേധം അവിടെ ഉണ്ടാവുകയാണ്. സർക്കാരിന്റെ സർക്കാർ സ്വഭാവമുള്ളതും അർദ്ധ സർക്കാർ സ്വഭാവമുള്ളതുമായ സർവീസുകളിലേക്ക് നിയമിക്കപ്പെടുന്ന ആളുകളിൽ എല്ലാ വിഭാഗം ആളുകളുടെയും ശബ്ദമുണ്ടാകണ്ടേ? എല്ലാ വിഭാഗം ആളുകൾക്കും അവസരം ഉണ്ടാകണ്ടേ? സമൂഹത്തിന്റെ എല്ലാ സോഷ്യൽ സെക്ടറിൽ നിന്നുള്ള ആളുകൾക്ക് അവിടെ കടന്നു വരാൻ സാധിക്കണ്ടേ? അതിന് സ്വാഭാവികമായും PSC പരീക്ഷകളിലും മറ്റു മത്സര പരീക്ഷകളിലൊക്കെ അതിനുള്ള അവസരങ്ങൾ ഉണ്ടെന്നിരിക്കെ ആ മത്സര പരീക്ഷകളിലൊക്കെ മാറ്റി നിർത്തി ഇത്തരത്തിൽ പിൻവാതിൽ നിയമനം നടത്തുമ്പോൾ പാർട്ടി ബന്ധുക്കൾക്കും പാർട്ടി പത്രത്തിന്റെ വരിക്കാർക്കും മാത്രമായി അത് നടപ്പിലാക്കുമ്പോൾ അവിടെ ഒരു സാമൂഹ്യ നീതിയുടെ നിഷേധം ഉണ്ടാകുന്നുണ്ട്. ആ വിഷയം കൂടി ചൂണ്ടിക്കാണിച്ചുകൊണ്ടുള്ള സമരപരിപാടികളിലേക്ക് ഞങ്ങൾ ഇറങ്ങുകയാണ്.